കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളത്തിൽ ഒരു ഇച്ചിരി വിനീഗറും കൂടെ ഒഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത മണം ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോളും. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഓരോ കഷ്ണം വരഞ്ഞു കൊടുക്കാം കത്തി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പം ഓരോ കഷ്ണത്തിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഈ സ്പൈസസ് എല്ലാം പിടിക്കും. ഞാനിവിടെ 4 കഷ്ണം ചിക്കൻ ലെഗ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചിക്കൻ പീസസും ഉപയോഗിക്കാം. പിന്നെ ഇത് ഏകദേശം 500 ഗ്രാമാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2.5 വലിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏത് എണ്ണയിലാണോ വറുക്കുന്നത് ആ എണ്ണ ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1.5 വലിയ ടീസ്പൂൺ തൈരും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പൈസസ് എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. 1 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാലും ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഒരു പാനിൽ അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എല്ലാ ചിക്കൻ പീസസും വറുത്ത് എടുക്കാം. ഓരോ സൈഡും നന്നായിട്ട് വറുത്ത് മൊരിഞ്ഞ് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വറുത്ത് മൊരിഞ്ഞ് കിട്ടണം. അപ്പം അതിനുശേഷം നമുക്കിത് ഒരു പേപ്പർ ടവലിലോട്ട് നമുക്ക് മാറ്റി എക്സസ് ഓയിലൊക്കെ കളഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ സോയ സോസും ചേർത്തിട്ടുണ്ട്. ആ സോയ സോസ് ചേർക്കുമ്പം ഈ ഒരു ചിക്കൻ പീസിന് ശരിക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് വരിക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചൈനീസ് ടേസ്റ്റ് ഒന്നും അല്ല ഇതിലുള്ളത്. ശരിക്കും നമ്മളുടെ നാടൻ കേരള ടേസ്റ്റ് തന്നെയാണ്. സോയ സോസ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ടേസ്റ്റിനൊന്നും കൂടെ എൻഹാൻസ് ചെയ്യണു, അത്രമാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബെൽ ഐക്കൺ ഉണ്ട്. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.